ജയ്കോ ജുവൽസ് പോത്താനിക്കാട്, തൊടുപുഴ, കോതമംഗലം. ജയ്കോ ഗോൾഡ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിൽ ഡീലേഴ്സിന്റെ സഹോദര സ്ഥാപനം. പഞ്ചായത്ത് ഭരണസമിതിയുടെ അഴിമതിക്കും സ്വജനപക്ഷപാതത്തിനെതിരെയും പ്രധാനമന്ത്രി ആവാസ് യോജന അട്ടിമറിക്കുന്നതിനെതിരെയും പ്രതിഷേധ മാർച്ച് നടത്തി ബി.ജെ.പി. ആരക്കുഴ പഞ്ചായത്ത് ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് എറണാകുളം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി സജീവ് ഉദ്ഘാടനം ചെയ്തു. ബി.ജെ.പി. ആരക്കുഴ പഞ്ചായത്ത് സമരസമിതിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഭരണസമിതിയുടെ അഴിമതിക്കും സ്വജന പക്ഷപാതത്തിനെതിരെയും അനധികൃതമായി പ്ലൈവുഡ് കമ്പനികൾ അനുവദിക്കുന്നതിനെതിരെയും പ്രധാനമന്ത്രി ആവാസ് യോജന അട്ടിമറിക്കുന്നതിനെതിരെയും പ്രതിഷേധ മാർച്ച് നടത്തി. ആരക്കുഴ പഞ്ചായത്ത് ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് എറണാകുളം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി സജീവ് ഉദ്ഘാടനം ചെയ്തു. ഈ സമരം നമ്മെ സംബന്ധിച്ച് പ്രകൃതി രമണീയമായിട്ടുള്ള ആലപ്പുഴ പഞ്ചായത്തിനെ മലിനീകരിക്കുന്ന ഇവിടുത്തെ പഞ്ചായത്ത് ഭരണത്തിനെതിരെയുള്ള ഒരു പോരാട്ടമാണ്. എങ്ങനെയും ഈ പഞ്ചായത്തിലേക്ക് മറ്റു മേഖലയിലുള്ള പറിച്ചു നടപ്പെട്ട പ്ലൈവുഡ് കമ്പനികളെ ഈ പ്രകൃതി രമണീയമായിട്ടുള്ള മണ്ണിലേക്ക് പറിച്ചു നടണമെന്ന് ആഗ്രഹിക്കുന്ന ഭരണകൂടവും അതിനപ്പുറമായിട്ട് ഇവിടുത്തെ സാധാരണക്കാരെ സംബന്ധിച്ച് അവർക്ക് ജീവിക്കുവാൻ ആവശ്യമായിട്ടുള്ള പാർപ്പിട സൗകര്യങ്ങള് കേന്ദ്ര ഗവൺമെന്റ് ആനുകൂല്യങ്ങൾ കൊടുക്കുമ്പോൾ ഇവിടുത്തെ പഞ്ചായത്ത് ആ ആനുകൂല്യങ്ങളൊക്കെ വെട്ടിക്കുറച്ചുകൊണ്ട് തന്റേതായിട്ടുള്ള ഇംഗിതത്തിൽ നിൽക്കുന്ന ആളുകൾക്ക്, കക്ഷികൾക്ക് അതിനപ്പുറമായിട്ട് വീതം വെച്ചു കൊടുക്കുന്ന ഒരു നിലപാടാണ് ഈ പഞ്ചായത്ത് നിലനിൽക്കുന്നത്. ആരക്കുഴ പഞ്ചായത്ത് സമിതി പ്രസിഡന്റ് ഡി ദിലീപ് കുമാർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് മനോജ് മനക്കേക്കര മുഖ്യപ്രഭാഷണം നടത്തി. എറണാകുളം ഈസ്റ്റ് ജില്ലാ കമ്മിറ്റി അംഗം അജയൻ കൊമ്പനാൽ, മണ്ഡലം വൈസ് പ്രസിഡന്റ് രമേശ് ബി കാവന, ജില്ലാ ജനറൽ സെക്രട്ടറി അരുൺ പി മോഹൻ, OBC മോർച്ച ജില്ലാ പ്രസിഡന്റ് AS വിജുമോൻ, കർഷക മോർച്ച ജില്ലാ പ്രസിഡന്റ് VC ഷാബു, യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് അനന്തു സജീവ്, ജില്ലാ സെൽ കോർഡിനേറ്റർ KK അനീഷ് കുമാർ, ജില്ലാ സോഷ്യൽ മീഡിയ കൺവീനർ ശ്രീജിത്ത് നാരായണൻ, യുവമോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റ് CS ചിയാൻ ശ്രീനാഥ് നായർ, മൂവാറ്റുപുഴ മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ PU ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.